ആവേശപ്രചരണം തീരാൻ ഇനി 5 മണിക്കൂറുകൾ മാത്രം. പരമാവധി കളറാക്കാൻ മുന്നണികൾ. 48 മണിക്കൂർ കർശന നിയന്ത്രണങ്ങളുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പൊതുയോഗങ്ങൾക്കും കലാപരിപാടികൾക്കും നിരോധനം. കേരളത്തിന്റെ മനസ്സ് LDF-നൊപ്പമെന്ന് മുഖ്യമന്ത്രി. UDF-ന് 100-ലേറെ സീറ്റുകൾ ഉറപ്പെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തട്ടിപ്പ് സർവേയാണ് നടക്കുന്നതെന്ന് VD സതീശൻ. സീറ്റെണ്ണം 2 അക്കം തികയ്ക്കുമെന്ന് BJP. പോമോനെ വിജയ പരാമർശത്തിന് ഡാഷ് മോനെ രേവന്ത എന്ന് മറുപടി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ പിണറായി വിജയന്റെ വിവാദ പ്രയോഗം. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. പരാമർശം മുഖ്യമന്ത്രിമാർ ചില മര്യാദകൾ പാലിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മള് മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. താനൂർ പാകിസ്ഥാനെന്ന് V അബ്ദുറഹ്മാൻ. ശബരിമല റിവ്യൂ ഹർജികളിൽ തീരുമാനം പിന്നീടെന്ന് സുപ്രീം കോടതി. ആദ്യം തീരുമാനമെടുക്കുക നിയമവിഷയങ്ങളിൽ. 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുക 3 ദിവസങ്ങളിലായി. ഏകപക്ഷീയ തീരുമാനമെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധർ, പണ്ഡിതർ എന്നിവരുടെ അഭിപ്രായം കേൾക്കും. വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടൻ. പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ പുറത്തുവിട്ടു. മാത്യു T തോമസിനും പങ്കുണ്ടെന്ന ഓഡിയോയിൽ. AI വഴി നിർമ്മിച്ചതെന്ന് K കൃഷ്ണൻകുട്ടി. ദുരാരോപണമെന്ന് മുഖ്യമന്ത്രി. വൈക്കം തലയാഴത്ത് LDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ജീവനൊടുക്കി. മരിച്ചത് CPI അനുഭാവിയായിരുന്ന ജൈവ കർഷകൻ മക്കൻ ചെല്ലപ്പൻ. സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പെരമ്പൂർ മണ്ഡലത്തിൽ TVK നേതാവ് വിജയുടെ പത്രിക സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി DMK-യുടെ എതിർപ്പുകൾക്കിടെ. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചു. അന്ത്യശാസനം തീരുന്നില്ല. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കും. അന്ത്യശാസന സമയം രാത്രി 8 മണി. ചിരിച്ചു തള്ളി ഇറാൻ. ട്രംപിന്റേത് ഭ്രമം നിറഞ്ഞ വാക്കുകളെന്ന് പ്രതികരണം. ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2. ചന്ദ്രനിൽ നിന്ന് ഭൗമോദയം കണ്ട് ഒറിയോൺ പേടകം. അപ്പോളോ 13 സംഘം 1970-ൽ സ്ഥാപിച്ച റെക്കോർഡ് തകർത്ത് ചരിത്രക്കുതിപ്പ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരം സഞ്ചരിച്ച മനുഷ്യൻ എന്ന നേട്ടവുമായി ചന്ദ്രന്റെ പിറകിലൂടെ യാത്ര ചെയ്ത് ദൗത്യ സംഘം.